ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സെല ലേണിംഗ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിന്റെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. സോ ഏത് ചാപ്റ്റർ ആണ്? ദ എർത്ത്, മിത്ത് ആൻഡ് റിയാലിറ്റി. ഭൂമി, കഥയും കാര്യവും. ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ മക്കൾ പഠിച്ചുവോ? നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് പോകാം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെടാ? ദ കോൺസെപ്റ്റ് ഓഫ് എ സ്പെരിക്കൽ എർത്ത് വാസ് പുട്ട് ഫോർവേഡ്. ആദ്യമായിട്ട് നമ്മുടെ ഭൂമിക്ക് ഒരു ഗോളാകൃതിയാണെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിരുന്നത് ആരായിരുന്നു? ഏത് നൂറ്റാണ്ടിലാണ് എന്നാണ് ചോദിച്ചത്. നമ്മുടെ തെയിൽസ് 7th സെഞ്ച്വറിയിലാണ്. 7ാം നൂറ്റാണ്ടിൽ തെയിൽസ് ആയിരുന്നു നമ്മുടെ ഭൂമിക്ക് ഒരു ഗോളാകൃതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കിക്കേ, പക്ഷേ അദ്ദേഹം പറഞ്ഞെങ്കിലും അത് കൃത്യമായിട്ട് സ്ഥാപിച്ചത് ആരായിരുന്നു? നമ്മുടെ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ്. ആരാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് അത് കൃത്യമായിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തനായുള്ള ഒരു ജ്യോതിശാസ്ത്രജ്ഞന്റെ, ഒരു ആസ്ട്രോണറെ പേര് ചോദിച്ചിട്ടുണ്ട്. ആരാണടാ? നമുക്കറിയാം, ആര്യഭട്ടയാണ് അല്ലേ കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഭൂമിക്ക് യഥാർത്ഥ, ഇവരെല്ലാവരും പറഞ്ഞു ഭൂമിക്ക് ഒരു ഗോളാകൃതിയാണെന്നും, ചില ആളുകൾ പറഞ്ഞു ഭൂമിക്ക് ഗോളാകൃതിയാണ് പക്ഷെ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭൂമിക്ക് മൊത്തമായിട്ടൊരു ഗോളാകൃതി അല്ല എന്നും, പക്ഷെ അതിന് ഒരു വേറൊരു ഷേപ്പ് ആണെന്ന് പറഞ്ഞിട്ട്. വേറെ ഏത് ഷേപ്പാ ഒന്ന് പറയോ? ഒന്നറിയോ എൻ്റെ മക്കൾക്ക് അറിയാം, എന്നാലും മിസ് വെറുതെ ചോദിക്കാട്ടോ. എന്താണ് എഴുതണ്ട? ജിയോയിഡ് അല്ലേ. അപ്പൊ ഭൂമിക്ക് പൂർണ്ണമായൊരു ഗോളാകൃതി അല്ലെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ ആണ്. അതേപോലെ തന്നെ നേരത്തെ സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞ കാര്യം, ഭൂമിക്ക് കൃത്യമായൊരു ഗോളാകൃതി അല്ല, ഒരു സ്പെരിക്കൽ ഷേപ്പ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഭൂമിയുടെ ആകൃതി? ജിയോയിഡ് അല്ലേ. യെസ്, ഭൂമിയുടെ ആകൃതിയുടെ പേരാണ് ജിയോയിഡ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? അതൊരു ഇമാജിനറി സെമി സർക്കിളാ. ലോഞ്ചിറ്റ്യൂഡ് എന്താ? ഒരു ഇമാജിനറി സെമി സർക്കിൾസ് ആണ് അല്ലേ. അതെന്താണ്? നമ്മുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ ചേരുന്ന ഒരു സാങ്കല്പിക അർത്ഥവൃത്തമാണ് അല്ലേ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏർത്തിന് ഒരു ഭ്രമണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? 24 മണിക്കൂർ, 24 hours. അപ്പൊ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? എന്തുകൊണ്ടാണ് ഭൂമിക്ക് ഇങ്ങനെ സീസൺസ്, കാലാവസ്ഥ, നമുക്ക് ഓരോ സീസൺസ് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് വേനലുണ്ട്, അതേപോലെ തന്നെ നമുക്ക് മഞ്ഞുകാലം ഉണ്ട്, നമുക്ക് തണുപ്പ് കാലം, മഞ്ഞുകാലം തന്നെ തണുപ്പുകാലം, ചൂട് എല്ലാം നമുക്കുണ്ട്, മഴക്കാലമൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മാറുന്നത്? നമുക്കറിയാം, നമുക്ക് എന്ത് സംഭവിക്കുന്നതാണ്? ഏർത്തിന് റെവല്യൂഷൻ, പരിക്രമണം സംഭവിക്കുന്നുണ്ട് അല്ലെ. എന്ത് സംഭവിക്കുന്നുണ്ട്? ഏർത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? പരിക്രമണം സംഭവിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? നമുക്ക് സീസൺസ് മാറി മാറി വരുന്നത്. എന്ത് സംഭവിക്കുമ്പോൾ? പരിക്രമണം സംഭവിക്കുമ്പോൾ. അപ്പൊ ഭൂമി സൂര്യനെ ചുറ്റാൻ എത്ര സമയം എടുക്കുന്നുണ്ടടാ പറയുന്നത്? ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 എത്രയാണ്? 365 1/4 സമയം എടുക്കുന്നുണ്ട് ഭൂമി എന്ത് ചെയ്യാൻ? സൂര്യനെ ചുറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ മക്കളെ, ഈ ഒരു 1/4 എന്നുള്ളത് എന്താണെന്ന് മക്കൾക്കറിയാം, അതിവർഷം, ലീപ്പ് ഇയർ ആണ് അല്ലേ. ഇനി ജിയോയിഡ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ജിയോയിഡ് മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂമിക്ക് മൊത്തമായിട്ടൊരു സ്പെരിക്കൽ ഷേപ്പ് അല്ല, ജിയോയിഡ് ആണ്. അതായത് ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം കുറച്ച് ഉയർന്നതും വീർത്തതുമായിട്ടുള്ള, ചെറുതായിട്ടൊന്ന് ബൾജ് ചെയ്തതുമായിട്ടുള്ള ഷേപ്പാണ് ആർക്കുള്ളത്? നമ്മുടെ ഭൂമിക്ക് ഉള്ളത്. ആ ഷേപ്പിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദിച്ചത്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്താണ്? രണ്ടും ഒരു ഇമാജിനറി ലൈനാണ്. ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ നോക്കി. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിലെ ഏതു ബിന്ദുവിലേക്കും കോണീയ അകലത്തിലുള്ള ഒരു അക്ഷാംശങ്ങൾ നമ്മൾ വരയ്ക്കില്ലേ. അപ്പൊ ഇതെന്താണ്? ഓരോ കോണീയ ദൂരം ചേരുന്നതിലൂടെ ഒരാൾക്ക് അക്ഷാംശ രേഖകൾ ലഭിക്കും. അതാണ് നമ്മൾ അക്ഷാംശ രേഖകളാണ് ഇവിടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സെന്ററിന് സർഫസിലേക്ക് വരയ്ക്കുന്ന ആ ഒരു വരയാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? Why one side of the earth is facing day when the other side is night? എന്താണ് ഇവിടെ പറയുന്നത്? നമുക്കറിയാം, നമ്മൾ അമ്മുവിന്റെയും അതേപോലെ അനീറ്റേന്റെയും കേസ് നമ്മൾ അനീറ്റയല്ല, അലീനയുടെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മു കിടന്നുറങ്ങുന്ന സമയത്ത് അലീന സ്കൂളിൽ പോകും, അലീന കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മു സ്കൂളിൽ പോകും. അതെന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഒരു ഭാഗത്ത് എന്തായിരിക്കുന്ന സമയത്ത് പകലാവുമ്പോൾ മറ്റൊരു ഭാഗത്ത് എന്തായിരിക്കും? ഇരുട്ടായിരിക്കും. അതിന്റെ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഒന്ന് മിസ് അവിടെ കാണിച്ചു തരാം. അതൊക്കെ എക്സ്പെരിമെന്റ് മിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ തൽക്കാലം ഈ ഒരു പൗച്ചല്ല, ഈ ഒരു മൗസ് വെച്ചിട്ട് മിസ് പറഞ്ഞുതരാം. ജസ്റ്റ് ഇതിനെന്താണ്? ഒരു ഭൂമിയായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇതെന്താണ്? സൂര്യനായിട്ട് ഇമാജിൻ ചെയ്യുക. സൂര്യന്റെ ലൈറ്റ്, ഇത് സൺ
സണ്ണാണ്, ഇത് എർത്ത് ആണ്, ജസ്റ്റ് ഇമാജിന്. അപ്പം ഈ ഒരു സൂര്യന്റെ ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ, മൗസിന് ലൈറ്റ് അടിക്കുന്നുണ്ടല്ലേ? യെസ്, ഇറ്റ്സ് നോട്ട് മൗസ്, ഇതെന്താ എർത്ത് ആണ്, ഭൂമിയാണ്. സോ ഇവിടെ എന്താണ്, ഒബ്വിയസ്ലി എന്തായിരിക്കും, പകലായിരിക്കും അല്ലേ, ലൈറ്റ് ആയിരിക്കും. ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, അവിടെ ഇരുട്ടായിരിക്കും. അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന സമയത്ത്, സൂര്യൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭൂമിയിൽ വെളിച്ചമുണ്ടാകും. അപ്പം അവിടെ എന്തായിരിക്കും, ഒബ്വിയസ്ലി പകലായിരിക്കും. ഓപ്പോസിറ്റ് ഭാഗം സൂര്യനെ വെളിച്ചില്ല, അപ്പൊ ഇരുട്ടായിരിക്കും. സൂര്യൻ ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും, അത് തിരിച്ചും വരും കേട്ടോ. അപ്പൊ അതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ക്ലിയർ ആയില്ലടാ? ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ നോക്കിയേ. റെവല്യൂഷൻ എന്താന്ന് ചോദിക്കുന്നത് നമുക്കറിയാം. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന എന്താ, അതിന്റെ സ്വന്തം ആക്സിസിലാണ് എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു പോകുന്നത് അല്ലെ. ദ എർത്ത് ഓൾസോ മൂവ് അറൌണ്ട് ദ സൺ. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ, അതായത് ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യന് ചുറ്റും കൂടി എന്താണ്, കറങ്ങി പോകുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്താ, ശ്രദ്ധിച്ചേ. ദ മൂവ്മെന്റ് ഓഫ് ദ ഒരു മിനിറ്റ് കേട്ടോ. ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. അതായത് ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത്, എർത്തിന്റെ മൂവ്മെന്റ്, ആരുടെ ചുറ്റുള്ള, സണ്ണിന്റെ ചുറ്റുള്ള മൂവ്മെന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, റെവല്യൂഷൻ അഥവാ പരിക്രമണം എന്ന് വിളിക്കും. അപ്പൊ എന്താണ് പരിക്രമണം നമ്മൾ നോക്കി. ലീപ്പ് ഇയർ ഒബ്വിയസ്ലി നമുക്കറിയാം. എന്താ, നേരത്തെ പറഞ്ഞു, നമുക്ക് എന്താ 1/4 എക്സ്ട്രാ നമുക്ക് വരുന്നുണ്ട് അല്ലെ, ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പൊ അതാണ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ലീപ്പ് ഇയർ ആയിട്ട്, അതിവർഷമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓരോ 4 വർഷം, 4ാമത്തെ വർഷമായിരിക്കും, 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം വരുമ്പോഴായിരിക്കും ഈ ഒരു അതിവർഷം നമ്മൾക്ക് വരുന്നത്. ഇനി അടുത്ത നോക്കിയേ. നെയിം ദ യുണീക് ഷേപ്പ് ഓഫ് ദ എർത്ത്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ ഷേപ്പ്. അത് നമ്മൾ പറഞ്ഞു, ജിയോയിഡ് ആണ്. അതെന്തായിരിക്കും, ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ബൾജ് ചെയ്തതുമായിട്ടുള്ള ഷേപ്പാണ് ആർക്കുള്ളത്, നമ്മുടെ ഭൂമിക്കൊട്ടിക്കുള്ളത് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് മക്കളെ വിളിക്കുന്നത്, ജിയോയിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതേപോലെ തന്നെ ജിയോയിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആയില്ല? അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം എർത്ത്, മിത്ത് ആൻഡ് റിയാലിറ്റി, ഭൂമി, കഥയും കാര്യവും നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു, ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തു. അപ്പൊ എന്റെ മക്കള് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇനി എക്സാമിന് പോയതല്ലേ, ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കിനി ലൈവില് കാണാൻ, നമുക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈവില് ഡിസ്കസ് ചെയ്യാനുള്ള. അപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.